അങ്ങനെ ചില മാസങ്ങൾക്ക് ശേഷം ഞാൻ വീട്ടിലെത്തി. ഈ വരവിനൊരു ഉദ്ദേശമുണ്ടേ, അത് ഞാൻ വഴിയെ പറയാമേ. ഒരു ഗ്ലാസ് കാപ്പി കുടിച്ച് ഞങ്ങൾ നേരെ ടൗണിലോട്ട് പോയി കേട്ടോ. ഒരു ബസ് ഞങ്ങൾക്ക് മിസ്സായി, ലേറ്റ് ആയത് ഞാൻ കാരണമാണെന്ന് പറഞ്ഞ് നിൽക്കുവാണേ. കിട്ടിയ റിക്ഷയിൽ ഞങ്ങൾ ടൗണിലെത്തി. അവിടെ ഞങ്ങളെക്കകത്ത് 2 പേരുണ്ടായിരുന്നു. 2 മണിക്കൂർ മുമ്പ് വിളിച്ചിട്ട് വെച്ചതാ, ഇപ്പം വന്നു ഇവിടെ എത്തിയെന്ന് പറഞ്ഞ്. പക്ഷേ ഇത്രയും നേരമായിട്ട് ഞങ്ങളെ കാണാത്തതിൻ്റെ അമർഷ മുഖത്ത് നന്നായിട്ട് കാണാനുണ്ട്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേനെ അതൊരു ചെറു പുഞ്ചിരിയിൽ അവരങ്ങ് ഒതുക്കി കേട്ടോ. ഇനിയുള്ള കാര്യങ്ങൾ കുറച്ച് ടാസ്ക്കാണ്. ഞങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയത്, ഞങ്ങളൊരു കുഞ്ഞാവയ്ക്ക് വേണ്ടി. ഞാനും അമ്മയും കൂടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോഴൊന്നും വരത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവരൊരു സ്ഥാനം പിടിച്ച് അവിടെ ഇരിപ്പായി കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് നേരെ ഞങ്ങൾ പോയത് സലൂണിലോട്ടാട്ടോ. കേരളത്തിൻ്റെ വെളിയിൽ പോയി പഠിക്കുന്നവർക്ക് എപ്പോഴും നേരിടുന്ന ഒരു കാര്യമാണ് മുടി പൊഴിച്ചിൽ. എന്നാൽ പിന്നെ ഇന്നൊരു ഹെയർ വാഷും ഹെയർ കട്ടും കൂടെ ആകാമെന്ന് കരുതിയേ. എനിക്കും പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ മുടി മുറിക്കുന്നതിൽ. പക്ഷേ മുടിയുടെ കണ്ടീഷനും നമ്മൾ നോക്കണ്ടേ. ഹെയർ കട്ടിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് മിറർ സെൽഫി ഒക്കെ എടുത്ത് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ 4 പേരും കൂടെ ഒന്നിച്ചൊന്ന് പുറത്തൊക്കെ പോകാൻ പറ്റുന്നത്. പഠിത്തം കൊണ്ട് അവളും ജോലി കൊണ്ട് ഞാനും ബിസി ആയതുകൊണ്ട് ഒന്നിച്ച് പോക്കൊക്കെ നടക്കാറില്ലേ. കുറേ മാസങ്ങൾക്ക് ശേഷം കേട്ടോ ഞാനും അവൾ ഒന്നിച്ച് കാണുന്നത്. ഇതാണ് ആഫ്റ്റർ ഹെയർ കട്ട് ലുക്ക് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ ശരി, നാളെ കാണാമേ.